കൊച്ചി മെട്രോയുടെ പുതിയ ഘട്ടം തൃപ്പൂണിത്തുറയിൽ നിന്ന് തുടങ്ങുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. പ്രധാനമന്ത്രി ഓൺലൈനായിട്ടാണ് തൃപ്പൂണിത്തുറയിൽ നിന്നുള്ള മെട്രോ സർവീസ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് കാണാവുന്നതുപോലെ സ്ഥലം MP ഹൈബീഡൻ, നിയമ വ്യവസായ മന്ത്രി P രാജീവ്, തൃപ്പൂണിത്തുറയുടെ തൊട്ടടുത്തുള്ള നിയമസഭാ മണ്ഡലമായിട്ടുള്ള കളമശ്ശേരിയിൽ നിന്നുള്ള MLA കൂടിയാണ് K ബാബു, തൃപ്പൂണിത്തുറ MLA എന്നിവരെയും നമുക്കിപ്പോൾ ദൃശ്യങ്ങളിലൂടെ കാണാവുന്നതാണ്. കേരളത്തിലെ ഏറ്റവും വലിയ മെട്രോ സ്റ്റേഷനാണ് തൃപ്പൂണിത്തുറ. ഏതാണ്ട് 2 ലക്ഷത്തോളം വരുന്ന സ്ക്വയർ ഫീറ്റുള്ള വലിയ മെട്രോ സ്റ്റേഷനാണ് തൃപ്പൂണിത്തുറ മെട്രോ സ്റ്റേഷൻ. അതിൻ്റെ ഉദ്ഘാടനമാണ് ഇപ്പോൾ നിർവഹിക്കുന്നത്. അർജുൻ മട്ടന്നൂർ വിശദാംശങ്ങളുമായി. അർജുൻ, ഉദ്ഘാടനം തുടങ്ങിയോ? നിജകുമാർ, ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ലാഗ് ഓഫ് ചെയ്യും. കൊൽക്കത്തയിൽ നിന്നാണ് നരേന്ദ്രമോദി വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം, വിവിധ മെട്രോ സ്റ്റേഷന്റെയും വിവിധ മെട്രോകളുടെയും ഉദ്ഘാടനം നിർവഹിക്കുന്നത്. ഈ ഫ്ലാഗ് ഓഫ് നിർവഹിക്കും അല്പസമയത്തിനകം തന്നെ. ഇവിടെ തൃപ്പൂണിത്തുറ സ്റ്റേഷനിൽ മന്ത്രി P രാജീവ്, ഹൈബീഡൻ, തൃപ്പൂണിത്തുറ MLA K ബാബു അടക്കമുള്ളവർ ഉണ്ട്. പ്രധാനമന്ത്രിയുടെ ഫ്ലാഗ് ഓഫ് ചെയ്യുന്നതിന് പിന്നാലെ ആദ്യ മെട്രോ തൃപ്പൂണിത്തുറയിൽ നിന്ന് പുറപ്പെടും. ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളുമായാണ് ആദ്യ മെട്രോ പുറപ്പെടുന്നത്. കൊച്ചി മെട്രോയുടെ ആദ്യഘട്ടം ഇതോടെ പൂർത്തിയാവുകയാണ്. 25ാമത്തെ സ്റ്റേഷനാണ് തൃപ്പൂണിത്തുറ സ്റ്റേഷൻ. ആകെ 28 കിലോമീറ്റർ ദൂരം, അതായത് ആലുവ മുതൽ തൃപ്പൂണിത്തുറ വരെയാണ് ആദ്യഘട്ട മെട്രോ നിർമ്മാണം. ഇതിൽ ഈ ആദ്യഘട്ടമാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത്. 28 കിലോമീറ്റർ ദൂരത്തിൽ 25 സ്റ്റേഷനുകൾ ഇതോടുകൂടി പ്രവർത്തന സജ്ജമാവുകയാണ്. ഇന്ന് തന്നെ പൊതുജനങ്ങൾക്ക് തൃപ്പൂണിത്തുറയിൽ നിന്നുള്ള മെട്രോ സർവീസ് ഉപയോഗിക്കാൻ കഴിയും. സാധാരണഗതിയിൽ 75 രൂപയാണ് തൃപ്പൂണിത്തുറയിൽ നിന്നും ആലുവ വരെ വേണ്ടത്. എന്നാൽ ഒരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ 60 രൂപ നിരക്കിൽ തൃപ്പൂണിത്തുറ മുതൽ ആലുവ വരെ സഞ്ചരിക്കാൻ കഴിയുമെന്നാണ് കൊച്ചി മെട്രോ അറിയിച്ചിരിക്കുന്നത്. ഈ ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളുമായുള്ള ആദ്യ ട്രെയിൻ പുറപ്പെട്ട ശേഷം ഇവിടെ ഉദ്ഘാടന പരിപാടികളും മറ്റും നടക്കും. അതിനുശേഷം മറ്റ് സർവീസുകളും ഇവിടെ നിന്ന് ആരംഭിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. 2017 കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്തത്. 7 വർഷം കൊണ്ട് ആദ്യഘട്ടം പൂർത്തിയാവുകയാണ്. രണ്ടാം ഘട്ടത്തിന്റെ നിർമ്മാണവും ആരംഭിച്ചിട്ടുണ്ട്. സ്റ്റേഡിയം മുതൽ കാക്കനാട് വരെയാണ് കൊച്ചി മെട്രോയുടെ രണ്ടാം ഘട്ടം. ഇത് നേരത്തെ DMRC ആണ് കൊച്ചി മെട്രോയുടെ ആദ്യഘട്ടമടക്കം നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കിയത്. അതിനുശേഷം KMR തന്നെ ഈ മറ്റ് പ്രവൃത്തികൾ ഏറ്റെടുത്ത് നടത്തുകയായിരുന്നു. എന്തായാലും ഈ രണ്ടാം ഘട്ട നിർമ്മാണവും സ്ഥലമേറ്റെടുപ്പും മറ്റ് നിർമ്മാണ പ്രവൃത്തികളും ആരംഭിച്ചിട്ടുണ്ട്. സ്റ്റേഡിയം മുതൽ കാക്കനാട് വരെ കൂടി മെട്രോ എത്തുന്നതോടുകൂടി കൊച്ചി നഗരത്തിന്റെ എല്ലാ മേഖലകളിലേക്കും മെട്രോ സംവിധാനം ഉണ്ടാകുമെന്നൊരു പ്രത്യേകത വരികയാണ്. 2 വർഷം കൊണ്ട് രണ്ടാം ഘട്ടം പൂർത്തിയാക്കും. അതായത് 2026 പകുതിയോടെ രണ്ടാം ഘട്ടം പൂർത്തിയാക്കുമെന്നാണ് കൊച്ചി മെട്രോ അറിയിച്ചിരിക്കുന്നത്. നിലവിൽ തൃപ്പൂണിത്തുറ സ്റ്റേഷൻ കൂടി പ്രവർത്തന സജ്ജമാകുന്നതോടുകൂടി അത് പൊതുജനങ്ങൾക്ക് വലിയ തോതിലുള്ള സഹായമാകും. പ്രത്യേകിച്ച് ഗതാഗതക്കുറിച്ച് ഏറെ രൂക്ഷമായ കൊച്ചി നഗരത്തിലേക്ക് ഈ ട്രെയിൻ സർവീസ് തൃപ്പൂണിത്തുറ ഭാഗത്തുള്ളവർക്ക് കൊച്ചി നഗരത്തിന്റെ മറ്റ് മേഖലകളിലേക്ക് എത്താൻ ഈ മെട്രോ സർവീസ് ഉപകാരപ്പെടും. മാത്രവുമല്ല, ഈ ദീർഘദൂര ട്രെയിൻ സർവീസുകളിൽ ട്രെയിനുകളിൽ എത്തുന്ന തൃപ്പൂണിത്തുറ സ്റ്റേഷനിലെത്തുന്ന തിരുവനന്തപുരം ഭാഗത്ത് അടക്കം എത്തുന്ന തൃപ്പൂണിത്തുറ സ്റ്റേഷനിലേക്ക് എത്തുന്ന യാത്രക്കാർക്ക് കൊച്ചി നഗരത്തിന്റെ മറ്റ് മേഖലകളിലേക്ക് വലിയ തിരക്കില്ലാതെ, ഗതാഗത കുരുക്കില്ലാതെ എത്താൻ കഴിയുമെന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. മാത്രമല്ല, വളരെ വേഗത്തിൽ പ്രവൃത്തികൾ പുരോഗമിച്ചു എന്നൊരു പ്രത്യേകതയുണ്ട്. മാത്രമല്ല, ഈ കൊച്ചി മെട്രോ ഒപ്പം തന്നെ വാട്ടർ മെട്രോയും കൂടി സജ്ജമാകുന്നതോടുകൂടി ഇത്തരത്തിൽ ജലഗതാഗതവും ഇതിനോടുകൂടി അനുബന്ധിച്ച് തന്നെ ഇതിനെ കണക്ട് ചെയ്തുകൊണ്ട് തന്നെ ആളുകൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. എന്തായാലും ഇപ്പോൾ തൃപ്പൂണിത്തുറ മെട്രോ ടെർമിനലിന്റെ ഉദ്ഘാടനം, മെട്രോ തൃപ്പൂണിത്തുറയിൽ നിന്നുള്ള ആദ്യ സർവീസിന്റെ ഫ്ലാഗ് ഓഫ് അടക്കമുള്ള പരിപാടികളാണ് ഇവിടെ നടക്കുന്നത്. ഏതാണ്ട് 480 കോടിയിലധികം രൂപയാണ് ആകെ ചെലവഴിച്ചിട്ടുള്ളത്. നിലവിൽ ഈ കൊച്ചി മെട്രോ വന്നതോടുകൂടി കൊച്ചിയുടെ ഗതാഗത
സംവിധാനത്തിൽ വലിയ വിപ്ലവകരമായ മാറ്റങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. നേരത്തെ ഗതാഗതക്കുരുക്ക് കൊണ്ട് രൂക്ഷമായി പൊറുതിമുട്ടിയ കൊച്ചിയിലെ നിവാസികൾക്ക്, കൊച്ചിയിൽ എത്തുന്നവർക്കൊക്കെ തന്നെ കൊച്ചി മെട്രോ വലിയ ഉപകാരമാണ്. കൊച്ചിയിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ തന്നെ സ്പർശിച്ചുകൊണ്ട് കൊച്ചി മെട്രോ സഞ്ചരിക്കുന്നു എന്നതാണ് ഏറെ പ്രത്യേകതയുള്ള കാര്യം. കൊച്ചിയിൽ എല്ലാ മെട്രോ സർവീസുകൾക്കും വലിയ തിരക്കാണ്. പ്രത്യേകിച്ച് രാവിലെയും വൈകിട്ടും അടക്കമുള്ള ഈ ജോലിക്ക് പോകുന്ന ആളുകൾക്കടക്കം ഈ കൊച്ചി മെട്രോ വലിയ ഉപകാരമാണ്. മാത്രവുമല്ല, ഈ ISL അടക്കമുള്ള ടൂർണമെന്റുകളും മറ്റും നടക്കുമ്പോൾ, കൊച്ചി സ്റ്റേഡിയത്തിലും മറ്റും നടക്കുമ്പോൾ തന്നെ മറ്റ് സംസ്ഥാനത്തിന്റെ മറ്റ് ഭാഗങ്ങളിൽ നടക്കം നിരവധി ആളുകൾ കൊച്ചിയിലേക്ക് എത്തുന്നുണ്ട്. അവർക്കും ഈ കൊച്ചി മെട്രോ വലിയ ഉപകാരം ഉണ്ടാക്കാറുണ്ട്. എന്തായാലും ഈ തൃപ്പൂണിത്തുറ ഭാഗത്ത് കൊച്ചി വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊച്ചിയിൽ നിന്ന് നഗരം തൃപ്പൂണിത്തുറ മേഖലയിൽ അടക്കം എത്തിക്കഴിഞ്ഞു. വലിയ രീതിയിലുള്ള ജനവാസ മേഖലയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്യുന്നതിനായി ഇപ്പോൾ ഓൺലൈനിൽ എത്തിയിട്ടുണ്ട്. മെട്രോയുടെ ഒന്നാം ഘട്ടത്തിലെ അവസാന സ്റ്റേഷനായിട്ടുള്ള തൃപ്പൂണിത്തുറ ടെർമിനലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യുന്നത്. കൊൽക്കത്തയിൽ നിന്നാണ് ഓൺലൈനായി പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നത്. ബംഗാൾ ഗവർണറിനെയും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്നതാണ്. ആലുവ മുതൽ തൃപ്പൂണിത്തുറ വരെ 25 സ്റ്റേഷനുകളിലായി 28.2 കിലോമീറ്റർ ദൂരമാണ് കൊച്ചി മെട്രോയുടെ ഒന്നാം ഘട്ടത്തിൽ പൂർത്തിയാകുന്നത്. ആദ്യ സർവീസിൽ ഭിന്നശേഷിക്കാരായ കുട്ടികളാണ് തൃപ്പൂണിത്തുറയിൽ നിന്ന് ആലുവ വരെ സഞ്ചരിക്കുന്നത്. പ്രധാനമന്ത്രി തൃപ്പൂണിത്തുറ ടെർമിനൽ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ആലുവ മുതൽ തൃപ്പൂണിത്തുറ വരെയുള്ള 25 സ്റ്റേഷനുകളിലായി 28.2 കിലോമീറ്റർ ദൂരം ഇപ്പോൾ കൊച്ചി മെട്രോയുടെ ഒന്നാം ഘട്ടത്തിൽ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ആകെ ചെലവ് 7,377 കോടി രൂപയാണ്. ഭിന്നശേഷിയുള്ള കുട്ടികളുമായിട്ടാണ് ആദ്യ ട്രെയിൻ ഇപ്പോൾ ആലുവയിലേക്ക് പുറപ്പെട്ടിരിക്കുന്നത്. ആദ്യ ട്രെയിൻ പുറപ്പെട്ടതിന് ശേഷം ഇനിയുള്ള ട്രെയിൻ സർവീസുകൾ പൊതുജനങ്ങൾക്കായുള്ള സർവീസുകളാണ്. മെട്രോ സ്റ്റേഷൻ തൂണുകളും മ്യൂറൽ ചിത്രങ്ങളാൽ സമ്പുഷ്ടമാണ്. 1.35 സ്ക്വയർ ആണ് അതിൻ്റെ ആകെ വിസ്തീർണം, കൊച്ചി മെട്രോയുടെ ആകെ വിസ്തീർണം. നമുക്ക് കൊച്ചി മെട്രോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടമാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത്. തൃപ്പൂണിത്തുറയിലേക്ക് കൂടി സ്റ്റേഷൻ നീട്ടിയിരിക്കുന്നു. തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷനെ കൂടി വികസിപ്പിച്ചുകൊണ്ട് തൃപ്പൂണിത്തുറ നഗരത്തിൻ്റെ ഭാഗമാക്കുക എന്നുള്ളതാണ് പ്രധാനമായും കൊച്ചി മെട്രോ